വിഘടനവാദ ലക്ഷ്യത്തോടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മണ്ഡല പുനർനിർണയത്തിനെതിരെ വിളിച്ച മുഖ്യമന്ത്രിയുടെ യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിനെത്തിയവരെ സമ്മാനപ്പൊതി നൽകിയും ഷാൾ അണിയിച്ചുമാണ് സ്റ്റാലിൻ സ്വീകരിച്ച വിവരങ്ങളുമായി ഗൗതം ചെയ്തുകൊണ്ട്. ഗൗതം, നമ്മൾ രാവിലെയൊക്കെ പറഞ്ഞു, ഇതാദ്യമായല്ല ഒരു കട്ടിംഗ് സൗത്ത് എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തുന്ന പോലെ, അല്ലെങ്കിൽ മറ്റൊരു പ്രദേശം തങ്ങൾക്ക് സ്വന്തമായി രാജ്യത്തിൻ്റെ ഭാഗമല്ലാതെ വേണമെന്ന മുദ്രാവാക്യം ഉയർത്തുന്നതിന് സമാനമായ രീതിയിൽ പല വിഘടന സ്വരങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇതിപ്പോൾ BJP ഇതര സർക്കാരുകളുടെ പ്രതിനിധികളെ ഒത്തുചേർത്തുകൊണ്ട് അത് മണ്ഡല പുനർനിർണയത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാൻ സാധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഗൗതം? ഉമേഷ്, കേന്ദ്ര സർക്കാർ മണ്ഡല പുനർനിർണയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കാരണം രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ, ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി ഭാരതം മാറുന്ന പശ്ചാത്തലത്തിലാണ് മണ്ഡല പുനർനിർണയം എന്ന സുപ്രധാനമായ ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. കാരണം മുഴുവൻ ജനങ്ങളിലേക്കും ഈ വികസന പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റു പദ്ധതികളാണെങ്കിലും എത്തണമെങ്കിൽ സ്വാഭാവികമായും മണ്ഡല പുനർനിർണയം എന്നത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ പാർലമെൻറ്റ് കെട്ടിടം പോലും അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ നിർമ്മിച്ചത്. കാരണം ഇപ്പോഴത്തെ ലോക്സഭയുടെ ആകെയുള്ള കപ്പാസിറ്റി ഭരണഘടന അനുശാസിക്കുന്നത് 552 പക്ഷേ ഇപ്പോൾ 543 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. അത് ഈ മണ്ഡല പുനർനിർണയം കഴിഞ്ഞാൽ 888 എന്നൊരു വലിയ സംഖ്യയിലേക്ക് എത്തുകയാണ്. കാരണം എങ്കിൽ മാത്രമേ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന MP-മാർ എന്ന നിലയിൽ അവർക്ക് പാർലമെൻറ്റിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ MK സ്റ്റാലിനെ പോലുള്ള നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ചെന്നൈയിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന യോഗം തന്നെ മണ്ഡല പുനർനിർണയത്തെ എതിർക്കുന്നു. അല്ലെങ്കിൽ മണ്ഡല പുനർനിർണയം നടത്തിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുന്നില്ല എന്ന ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇന്നിപ്പോൾ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി യോഗം നടക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ഒപ്പം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും 4 മുഖ്യമന്ത്രിമാരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഒപ്പം മറ്റ് ചില പ്രാദേശിക കക്ഷികളെ കൂടി സ്റ്റാലിൻ ഇതിലേക്ക് വിളിച്ചിരുന്നു. ഉദാഹരണത്തിന് ഒഡീഷയിലെ നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദളും അതുപോലെ തന്നെ തെലങ്കാനയിലെ BRSും തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളെ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം അതിൻ്റെ പ്രമുഖ നേതാക്കൾ, ചന്ദ്രശേഖർ റാവു അല്ലെങ്കിൽ ഈ ഒഡീഷയിൽ നിന്നും നവീൻ പട്നായിക്കോ ഒന്നും ഈ യോഗത്തിന് എത്തിയിട്ടില്ല. മറിച്ച് അവരെല്ലാം അവരുടെ പ്രതിനിധികളെ അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ യോഗം ഇപ്പോഴും ചെന്നൈയിൽ പുരോഗമിക്കുകയാണ്. അടുത്ത കാലത്ത് ഭാഷാ യുദ്ധം എന്ന ഒരു വലിയ ആഹ്വാനം MK സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന മണ്ഡല പുനർനിർണയത്തെ എതിർത്തുകൊണ്ട് ഇപ്പോൾ സ്റ്റാലിൻ പ്രത്യേക യോഗം വിളിച്ചിരിക്കുന്നത്. ഗൗതം, ഒപ്പം ഒറ്റ കാര്യം കൂടി പെട്ടെന്ന്, ഇതിനെതിരെ വലിയ പ്രതിഷേധം BJP തമിഴ്നാട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കരിങ്കൊടി പ്രതിഷേധമൊക്കെ BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അണ്ണാമലയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഉമേഷ്, നേരത്തെ തന്നെ BJP ഇതിനെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു. കാരണം രാജ്യത്തെ വിഭജിക്കാനാണ് സ്റ്റാലിനും DMKയും ശ്രമിക്കുന്നത് എന്നതാണ് BJPയുടെ പ്രധാനപ്പെട്ട ആരോപണം. പ്രത്യേകിച്ച് BJP തമിഴ്നാട് ഘടകം അധ്യക്ഷൻ അണ്ണാമലെ കഴിഞ്ഞ കുറേ നാളുകളായി DMKയ്ക്കെതിരെ വലിയ തോതിലുള്ള പോരാട്ടം നടത്തുന്ന ഒരു നേതാവാണ്. ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹം ഈ DMKയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. ഇന്നും ഇപ്പോൾ തമിഴ്നാട്ടിൽ വ്യാപകമായി, പ്രത്യേകിച്ച് ഈ യോഗം നടക്കുന്നത് തമിഴ്നാടിൻ്റെ തലസ്ഥാനമായ ചെന്നൈയിലാണ്. അവിടെയും BJPയുടെ നേതൃത്വത്തിൽ ഈ സ്റ്റാലിൻ്റെ നീക്കത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്. കാരണം ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയാണ്, മണ്ഡല പുനർനിർണയത്തിൽ മാത്രമല്ല, അടുത്ത കാലത്ത് ഭാഷയുടെ പേരിൽ അനാവശ്യമായ യുദ്ധത്തിന് സ്റ്റാലിൻ ആഹ്വാനം ചെയ്തിരുന്നു. 70കളിലും 60കളിലും കണ്ടതുപോലെയുള്ള ഭാഷാ യുദ്ധത്തിന് തയ്യാറാകുക എന്നൊരു ആഹ്വാനമാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തമിഴ്നാട്ടിൽ തമിഴ് മാത്രം മതി, മറ്റു ഭാഷകളൊന്നും പഠിക്കേണ്ടതില്ല, ഇംഗ്ലീഷോ അതല്ലെങ്കിൽ ഹിന്ദിയോ പോലുള്ള ഭാഷകൾക്കെതിരെ വലിയ യുദ്ധം വേണമെങ്കിൽ ചെയ്യും എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ പോലും സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടണയും മുമ്പെയാണ് ഇപ്പോൾ ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദത്തിന് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ശ്രമിക്കുന്നത്. യോഗം എന്തായാലും മണ്ഡല പുനർനിർണയത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാണ്. വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ അത് വരും ദിവസങ്ങളിൽ പോകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. BJP എന്തായാലും വലിയ പ്രതിഷേധം തമിഴ്നാട്ടിലും രാജ്യവ്യാപകമായി ഇത്തരം കൂട്ടുകെട്ടുകൾക്കെതിരെ, രാജ്യവിരുദ്ധ കൂട്ടുകെട്ടുകൾക്കെതിരെ ആരംഭിച്ചിട്ടുണ്ട്. ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് നൽകിയത്.